ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രേവതിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് ഒരു നല്ല കാരമൽ പുഡിങ്ങാണ്. വളരെ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 3 ബണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പാലാണ്. നമുക്ക് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബണ്ണ് ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. ഒത്തിരി ടൈമൊന്നും വേണ്ട. ഈസി റെസിപ്പിയാണ്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബണ്ണ് പാല് കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അത് അടിച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ബണ്ണിൻ്റെ കട്ടയൊന്നും പാടില്ല. നല്ലതായിട്ട് അത് അടിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് കാരമലൈസ് ആയി വരണം. കളറ് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നേരം ഇത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യണം. നിങ്ങൾ ഒരുപാട് നേരം അതിട്ട് ചൂടാക്കാൻ പാടില്ല. അതൊരു കൈപ്രസം വരും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ അത് ഇളക്കിയിട്ട് എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കാരമലൈസ് ചെയ്തത് ഞാനത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്ത് ഈവനായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തട്ടിയിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് മാറ്റണം. ഇനി നമ്മൾ അതൊന്ന് സ്റ്റീം ചെയ്താണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം സ്റ്റൗ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്.
അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്കതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിയെടുക്കാം. അപ്പം ഞാനൊരു സൈഡെല്ലാം ഒന്ന് ഇളക്കി വിടുന്നുണ്ട്. ഈസിക്കത് ട്രേയിൽ നിന്ന് ഇളകി പോരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതാക്കിയിട്ടുണ്ട്. ഞാനത് ഒഴിച്ച വഴിക്ക് സൈഡൊന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് എടുക്കേണ്ടതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.